ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1995. ഇന്ന് ജൂൺ മാസം 17-ാം തീയതി, 168-ാമത്തെ ദിവസത്തിലെത്തി. നമ്മുടെ കർത്താവിൻ്റെ ഒപ്പമുള്ള 12 അപ്പോസ്തലന്മാരെ കുറിച്ച്, ഒപ്പം പരിശുദ്ധനായ പൗലോസ്ലീഹായെക്കുറിച്ചുമൊക്കെ ഒന്ന് ചിന്തിക്കാനും ആലോചിക്കാനും അവരുടെ മാതൃകകളെ ഒന്ന് പിന്തുടരാനൊക്കെ ആയിട്ട് നമ്മൾ മാറ്റിവെച്ച കുറച്ച് ദിവസങ്ങളാണിത്. ഇന്നലെ വിശുദ്ധനായ അന്ത്രോസ്ലീഹായെ തൊട്ട് നമ്മൾ തുടങ്ങിയെങ്കിൽ ഇന്ന് വിശുദ്ധനായ പത്രോസ്ലീഹായാണ്. സ്ലീഹന്മാരുടെ തലവനായ പത്രോസ്ലീഹ. ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യനോട് യേശു പറയുന്നുണ്ട്, നീ പാറയാണ്, പത്രോസായി മാറും. യവനാട് പുത്രനായ ശമോവനെ നീ പീറ്റർ, പത്രോസ് എന്നറിയപ്പെടും. അയാളെ അറിയാവുന്ന ആരും അത്ഭുതപ്പെട്ടു പോകും. ഇവനെങ്ങനെയാ പാറയായി മാറാൻ പറ്റുക? പത്രോസിന്റെ ജീവിതത്തെ ഒന്ന് കാര്യമായി നോക്കിയാൽ അങ്ങനെ തന്നെ ഏതൊരാൾക്കും ബോധ്യപ്പെടും കേട്ടോ. പലപ്പോഴും ഇത്രയും ബാലിശമായി പെരുമാറുന്ന മറ്റൊരാളുണ്ടോ? പെട്ടെന്ന് ആവേശം കൊള്ളുന്നവൻ, നിസാര സംഭവങ്ങൾക്ക് വികാരഭരിതനാവുന്നവൻ, വിചാരങ്ങളൊന്നുമില്ലാതെ എന്തൊക്കെയോ പ്രവർത്തിച്ചു കൂട്ടുന്നവൻ, പലപ്പോഴും തെറ്റായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തതിനു ശേഷം അതിവേഗത്തിൽ പശ്ചാത്തപിക്കുന്നവൻ, ചിലപ്പോൾ ഏറെ ഭീരുവായി കാണപ്പെടുന്ന ഒരുവൻ, മറ്റു ചില അവസരങ്ങളിൽ അതിധീരനായി പ്രവർത്തിക്കുന്ന, ഏറ്റവും ധൈര്യശാലിയായി പ്രവർത്തിക്കുന്നവൻ. പത്രോസിന്റെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന ഏറ്റവും മൃദുലവും സമുന്നതവുമായ പല സ്വഭാവവിശേഷങ്ങൾ, ഭൗതികവും പരിവരുത്തതുമായ ബലഹീനവുമായ ചില പ്രകൃതങ്ങളാൽ ആവരണം ചെയ്യപ്പെടും. എല്ലാം കൂടെ വല്ലാതെ കൂടിക്കലർന്ന ഒരു പ്രകൃതമായിരുന്നു. ഇങ്ങനെ ഗുണവും ദോഷവും ഇടകലർന്ന ഒരു സ്വഭാവക്കാരനായ ശീമോൻ പാറ പോലെ ഉറച്ച സ്വഭാവമുള്ളവനായി തീരുന്നത് എങ്ങനെയാണ്? നിനക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണെന്ന് പറയുന്ന സന്ദർഭത്തിൽ ക്രിസ്തുയേശു പറയുന്നുണ്ട്, പത്രോസേ, ഈ രാവ് തീരും മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളി പറയാനിരിക്കുക. അത്രത്തോളം ദുർബലനായ, സ്വന്തം മനസ്സിന്റെയും പ്രവൃത്തിയുടെയും കടിഞ്ഞാൻ കയ്യിലില്ലാത്ത ഒരു ഭാവം. വെള്ളത്തിന് മീതേക്ക് നടക്കുന്ന പത്രോസിനെ നമ്മൾ കൈകളടിച്ച് വരവേൽക്കുമ്പോൾ, അനുമോദിക്കുമ്പോൾ, ആ അനുമോദനങ്ങളുടെ ആരവങ്ങൾ തീരുന്നതിന് മുമ്പ് തന്നെ അയാൾ വെള്ളത്തിലേക്ക് കുപ്പുകുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാലും പത്രോസിനോട് ഒടുവിൽ യേശു പറയുന്നുണ്ട്, ഏറ്റവും അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഏറ്റവും അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഏറ്റവും അധികം നിന്നെ സ്നേഹിക്കുന്നു എന്ന് 3 വട്ടം ആവർത്തിച്ച് പറയുന്നതോടുകൂടി തൻ്റെ ആടുകളെ എല്ലാം മേയ്ക്കാനായിട്ട് ഈ സ്വർഗത്തിൻ്റെ നരകത്തിൻ്റെ ആ വാതിലിൻ്റെ താക്കോൽ ഏൽപ്പിക്കുകയാണ്. എന്താണ് പത്രോസ് തരുന്ന ഓർമ്മപ്പെടുത്തൽ? ഏതൊരു വിശുദ്ധനും നല്ലല്ലാത്ത ചില ഭൂതകാലങ്ങളുണ്ടാവും. ഏതൊരു പാപിക്കും, ഏതൊരു ഇടറിപ്പോയവനും ഭാവിയിൽ വലിയ ചില സാധ്യതകളുണ്ടാവും. അതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ് പത്രോസിലൂടെ. പിന്നെ എളിയവരെ ദൈവം വിളിക്കുന്നത് ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ വേണ്ടിയാണ്. അവനവൻ്റെ ഒരുക്കങ്ങളിൽ, അവനവൻ്റെ പ്രാർത്ഥനയിൽ, സാമർത്ഥ്യത്തിൽ, അവനവൻ്റെ ശ്രദ്ധയിലൊന്നും ഒരിക്കലും അകംഭാവം കണ്ടെത്താതിരിക്കാനായിട്ട്, അവനവൻ്റെ യോഗ്യതയ്ക്കപ്പുറത്ത് അവിടുത്തെ കൃപയും ദാനവുമാണ് എല്ലാമെന്ന് പൂർണ്ണമായി തിരിച്ചറിയുന്ന ഒരാൾ കൂടിയാണ് ശമോൻ പത്രോസ്. പത്രോസ്ലീഹായുടെ വിലയേറിയ മധ്യസ്ഥതയിൽ നമുക്ക് വിനയത്തോടെ ആശ്രയിക്കാം. ആമേൻ.